ട്രീടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീനാണ്. ബണ്ടിൽസ് ആക്കാൻ വേണ്ടി, ഇപ്പോൾ അത് നമ്മുടെ ബുക്സ് ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് കാർട്ടൺ ബോക്സസ് ആവട്ടെ, അതിൻ്റെ പുറത്തേക്കൂടെ നമുക്ക് സ്ട്രാപ്പ് കെട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് സ്ട്രാപ്പിംഗ് മെഷീൻ. മാനുവലി നമ്മൾ കൈ കൊണ്ട് വെച്ച് ടൈറ്റ് ചെയ്ത് അതിനിടയിൽ ഒരു ക്ലിപ്പ് വെച്ച് അതിനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന ടൈപ്പിലൊക്കെയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പ്രോസസ്സിനെ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ. ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീനിനകത്ത് നമുക്ക് ബണ്ടിലാക്കേണ്ട പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യുക, നമുക്കൊരു ബട്ടൺ അമർത്തിയാൽ ഓട്ടോമാറ്റിക്കലി സ്ട്രാപ്പ് ടോട്ടലി വന്ന് കവർ ചെയ്ത് സീലായി നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതിന് നമുക്ക് ഓട്ടോമേറ്റഡ് മോഡ് ഉണ്ട്. അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ സ്ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ലൈനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ പ്രോഡക്റ്റ്സ് വരും. അപ്പോൾ ആ കറക്റ്റ് ഇൻ്റർവെൽ ഗ്യാപ്പ് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് ഓരോ പ്രോഡക്റ്റ് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അടുത്തൊരു മെത്തേഡുള്ളത്, ഇതിനകത്ത് നമുക്കൊരു ബോൾ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കയറ്റി വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് അതിനടിക്കുന്ന രീതിയിൽ, അങ്ങനെ 3 മോഡിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു മെഷീനാണ് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ. ഇതിനെ നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈനിൽ നമുക്ക് അറ്റാച്ച് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. പവർ ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 രീതിയിൽ സ്ട്രാപ്പിനെ മുന്നോട്ടും പുറകോട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഇത് വരുന്നത്. 3 വ്യത്യസ്ത മോഡുകളാണ് നമുക്കുള്ളത്. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണാണിത്. എമർജൻസി സ്വിച്ചാണിത്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പ്രസ് ചെയ്യുക, പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്താലാണ് സാധിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പവർ വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ബ്ലേഡ് ഹീറ്റ് ആവാനായിട്ട് ഒരു 50 സെക്കൻഡോളം സമയം എടുക്കും. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, നമ്മളുടെ ഈ കാണുന്ന ഏരിയയുടെ ഉള്ളിൽ നമ്മളുടെ കയ്യോ തലയോ ഒന്നും പെടാതെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് നല്ല ഫോഴ്സിൽ സ്ട്രാപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കെയർഫുള്ളായിട്ട് വേണം അത് ചെയ്യാനായിട്ട്. 3 ഫേസ് കണക്ഷനിലാണ് നമ്മളുടെ ഈ മെഷീൻ വരുന്നത്. നമുക്ക് സ്പീഡിൽ നിങ്ങൾക്ക് സ്ട്രാപ്പ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ മെഷീൻ റെഡിയാണ്. നമുക്കൊരു ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മളുടെ ഒരു ബണ്ടിൽ ഓഫ് കാർട്ടൺസ് ആണ്. ഇപ്പോൾ നമ്മളുടെ കാർട്ടൺ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാർട്ടൺസ് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അതിനെ ഒരു 50 എണ്ണോ 100 എണ്ണോ ഒക്കെ ഉള്ള ബണ്ടിലായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കിതിൽ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തതിന് ശേഷം സ്ട്രാപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് സ്ട്രാപ്പ് വീണിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇനി ഇതിനെ നമുക്കിങ്ങനെ തിരിച്ച് അടുത്ത സൈഡും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ ഫുള്ളി സ്ട്രാപ്പ് ചെയ്യും. വിത്തിൻ സെക്കൻഡ്സ്, നമുക്കൊരു 3 to 4 സെക്കൻഡ്സിൽ തന്നെ നമ്മുടെ സ്ട്രാപ്പ് വന്ന് സെറ്റായി നമുക്കിതുപോലെ സ്ട്രാപ്പ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് എങ്ങനെയാണ് സ്ട്രാപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ കുറച്ച് ബുക്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രസ്സുകളിലൊക്കെ ആണെങ്കിൽ, ഓഫ്സെറ്റ് പ്രസ്സുകൾ, മറ്റ് പ്രിൻറ്റിങ് യൂണിറ്റുകളിലൊക്കെ ആണെങ്കിലും അവരുടെ പ്രോഡക്റ്റ്സ്, നോട്ടീസ് ആവട്ടെ അല്ലെങ്കിൽ ബുക്സ് ആവട്ടെ, രജിസ്റ്റേഴ്സ് ആവട്ടെ, സ്റ്റിക്കേഴ്സ് ആവട്ടെ, ഇതെല്ലാം ബണ്ടിൽസ് ആക്കിയിട്ടാണ് അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബുക്കിന് നമുക്ക് ഇതേപോലെ പ്ലേസ് ചെയ്യാം. ഈ മെഷീനകത്ത് നമുക്ക് പെഡൽ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പെഡൽ സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബണ്ടിൽ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്കിതുപോലെ പ്രോഡക്റ്റ്സ് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കാർട്ടൺ ബോക്സ് ആണ് സ്ട്രാപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാർട്ടൺ ബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് മോഡിലിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് ബോൾ സ്വിച്ച് വരുന്നുണ്ട്. ബോൾ സ്വിച്ചിനകത്ത് പ്രസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്ട്രാപ്പ് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നു, സ്ട്രാപ്പ് ചെയ്തു. ഇതുപോലെ നമുക്ക് ബോൾ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പ്രോഡക്റ്റ്സ് നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. വളരെ സിമ്പിളായിട്ട് സ്പീഡിൽ നമുക്കിതിനെ ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ടു. ഇതുപോലെ കാർട്ടൺ പീസസ് ബണ്ടിലാക്കുന്നത് കണ്ടു. അതുപോലെ കൊറുഗേറ്റഡ് കാർട്ടൺ ബോക്സ് നമ്മൾ സ്ട്രാപ്പ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ ബുക്സ് നമ്മൾ ബണ്ടിലാക്കുന്നത് കണ്ടു. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുമാവട്ടെ അത് നിങ്ങൾക്ക് ബണ്ടിലാക്കി
സ്ട്രാപ്പ് ചെയ്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെഷീനാണ് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസ്, മറ്റ് കോഡിംഗ് മെഷീൻസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.